എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്നത് സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള. അല്ലാതെ സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പം അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പൂരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സംസ്കാരത്തിലെ ഒരു ഭാഗമായ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്ന പൂരങ്ങൾ. ഏതൊക്കെയാണ് പൂരങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എന്തുവാ, തൃശ്ശൂർ പൂരം ഇല്ലേ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരമാണ് എന്തുവാ, തൃശ്ശൂർ പൂരം. നമ്മൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നു എന്തുവാ, തൃശ്ശൂർ പൂരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം. നോക്കിക്കേ, പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നു. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടത്തിലാണ് എന്താരംഭിക്കുന്നത്, തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. അപ്പോൾ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരിയാണ് ആരാ, ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം 1790 മുതൽ 1805 വരെയാണ്. ഇത് നമുക്ക് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഭരണകാലഘട്ടം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലമല്ല, അദ്ദേഹം ഭരിച്ച കാലമാണ്. 1790 മുതൽ 1805 വരെ. ഓക്കെ, അപ്പോൾ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് എന്താണ്, തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരിയാണ് ആരാ, ശക്തൻ തമ്പുരാൻ അല്ലേ. തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം എവിടെയാണ്? തേക്കിൻകാട് മൈതാനത്തിലാണ് എന്ത് നടക്കുന്നത്, തൃശ്ശൂർ പൂരം നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമാണ് തേക്കിൻകാട് മൈതാനം. എവിടെയാണ്? തേക്കിൻകാട് മൈതാനത്തിലാണ്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ അല്ലേ, 3 ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം. ഏതൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ? ഏതൊക്കെയാണ്? പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന പൂരം തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാൻ. നടക്കുന്ന സ്ഥലമാണ് തേക്കിൻകാട് മൈതാനം. പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് ഏതൊക്കെയാണ്? പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം. ഓക്കെ അല്ലേ. അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നത് ഏത് മാസത്തിലാണ്? മേടമാസത്തിലാണ്. മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് തൃശ്ശൂർ പൂരത്തിനെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. അപ്പോൾ യുനെസ്കോ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് തൃശ്ശൂർ പൂരത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? യുനെസ്കോയാണ്. ആരാ വിശേഷിപ്പിച്ചത്? യുനെസ്കോയാണ് വിശേഷിപ്പിച്ചത് കേട്ടോ. ഓക്കെ, തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് കുടമാറ്റം. പ്രധാനപ്പെട്ട സവിശേഷത കുടമാറ്റമാണ്. പൂരത്തിന് പോകുമ്പോൾ നമുക്കറിയാം, കുടമാറ്റമാണ് പ്രധാനപ്പെട്ട സവിശേഷത. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളാണ് ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, മഠത്തിൽ വരവ്, പൂരം പുറപ്പാട്, വെടിക്കെട്ട്, ഉപചാരം, ചൊല്ലിപ്പിരിയൽ. അപ്പം എന്തൊക്കെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകൾ? ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, മഠത്തിൽ വരവ്, പൂരം പുറപ്പാട്, വെടിക്കെട്ട്, ഉപചാരം, ചൊല്ലി പിരിയൽ. അപ്പം നോക്കിയേ, മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. പിന്നിട്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ നയനമനോഹരമായ ഉത്സവം എന്ന് തൃശ്ശൂർ പൂരത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കുടമാറ്റമാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, മഠത്തിൽ വരവ്, പൂരം പുറപ്പാട്, വെടിക്കെട്ട്, ഉപചാരം, ചൊല്ലി പിരിയൽ തുടങ്ങിയവ. ഇലഞ്ഞിത്തറമേളം അവതരിപ്പിക്കുന്നത് ആരാ? പാറമേക്കാവ് വിഭാഗമാണ്. അപ്പം പാറമേക്കാവ് വിഭാഗമാണ് എന്താ ഇലഞ്ഞിത്തറമേളം അവതരിപ്പിക്കുന്നത്.
രാവിലെ നടക്കുന്ന പാണ്ടിമേളവും കുടമാറ്റവും അറിയപ്പെടുന്നത് പകൽ പൂരം എന്നാണ്. അപ്പോൾ രാവിലെ നടക്കുന്ന പാണ്ടിമേളവും കുടമാറ്റവും അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പകൽ പൂരം എന്ന പേരിലാണ്. ഇത് തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് അറിയപ്പെടുന്നു. ഈ പകൽ പൂരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തൃശ്ശൂർക്കാരുടെ പൂരം. അപ്പം രാവിലെ നടക്കുന്ന പാണ്ടിമേളവും കുടമാറ്റവും ഒക്കെ അറിയപ്പെടുന്നത് പകൽ പൂരം എന്നറിയപ്പെടുന്നു. ഇത് തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് അറിയപ്പെടുന്നു. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏതാ? വടക്കുംനാഥ ക്ഷേത്രം. അപ്പം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് നേടിയ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് നേടിയ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? വടക്കുംനാഥ ക്ഷേത്രമാണ്. അപ്പം നോക്കിക്കേ, പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് എന്താണ്? തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചാണ്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം. ഇനി മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് തൃശ്ശൂർ പൂരത്തിനെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത കുടമാറ്റം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളാണ് ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, മടത്തിൽ വരവ്, പൂരം പുറപ്പാട്, വെടിക്കെട്ട്, ഉപചാരം ചൊല്ലി പിരിയൽ തുടങ്ങിയവ. ഇലഞ്ഞിത്തറമേളം നടക്കുന്നത് എവിടെയാണ്? ഇലഞ്ഞിത്തറമേളം അവതരിപ്പിക്കുന്നത് പാറമേക്കാവ് വിഭാഗമാണ്. രാവിലെ നടക്കുന്ന പാണ്ടിമേളവും കുടമാറ്റവും അറിയപ്പെടുന്നത് പകൽ പൂരം എന്ന പേരിലാണ്. ഇനി തൃശ്ശൂർക്കാരുടെ പൂരം എന്തിനെ അറിയപ്പെടുന്നു? ഈ പകൽ പൂരത്തെ അറിയപ്പെടുന്നു. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏതാ? വടക്കുംനാഥ ക്ഷേത്രം. ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന് എന്ത് ലഭിച്ചു? യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് നേടി. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് നേടിയ ക്ഷേത്രമാണ് ഏതാ? വടക്കുംനാഥ ക്ഷേത്രം. ക്ലിയർ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ പൂരം ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരത്തിന് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ആറാട്ടുപുഴ പൂരമാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു, ഇല്ലയോ? അപ്പോൾ പഴക്കമേറിയതാണ് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരവും പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പഴക്കമേറിയ പൂരവും ഏതാണ്? ആറാട്ടുപുഴ പൂരവുമാണ്. എല്ലാ വർഷവും മീനമാസത്തിലാണ് പൂരം ഉത്സവം. അപ്പോൾ എല്ലാ വർഷവും മീനമാസത്തിലാണ് പൂരം ഉത്സവം നടക്കുന്നത്. ദേവമേള എന്നറിയപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. അപ്പോൾ നോക്കിയാൽ ദേവമേള എന്നറിയപ്പെടുന്ന പൂരം ആറാട്ടുപുഴ പൂരമാണ്. പൂരം അരങ്ങേറുന്നത് ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലാണ്. പൂരം അരങ്ങേറുന്നത് ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലാണ്, തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം. നല്ലൊരു പോയിന്റാണ്. ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവം ഏതാണ്? ആറാട്ടുപുഴ പൂരമാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. എല്ലാ വർഷവും മീനമാസത്തിലാണ് പൂരം ഉത്സവം നടക്കുന്നത്. ദേവമേള എന്ന് അറിയപ്പെടുന്നു. പൂരം അരങ്ങേറുന്നത് ആറാട്ടുപുഴയിലെ ശ്രീശാസ്താ ക്ഷേത്രത്തിലാണ്, തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണ് ഏതാ? ആറാട്ടുപുഴ പൂരം. അടുത്ത് കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പൂരങ്ങളാണ് ഉത്രാളിക്കാവ് പൂരം. ഉത്രാളിക്കാവ് പൂരം എവിടെയാണ്? തൃശ്ശൂരാണ്, അല്ലേ? ഇനി ആനയടിപ്പൂരം. ആനയടിപ്പൂരം എവിടെയാ? കൊല്ലം ജില്ലയിലാണ്, ആനയടിയിലാണ്. ഓക്കെ, പെരുവനം പൂരം അതും തൃശ്ശൂരാണ്. ചിന്നക്കത്തൂർ പൂരം പാലക്കാട്. ചിന്നക്കത്തൂർ പൂരം എന്നാണ് പാലക്കാട്. പുരാതനമായ കുതിരകളി അരങ്ങേറുന്ന പൂരമാണ് ചിന്നക്കത്തൂർ പൂരം. അപ്പം പുരാതനമായ കുതിരകളി അരങ്ങേറുന്ന പൂരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിന്നക്കത്തൂർ പൂരമാണ്. പരിയാനംപറ്റ പൂരം പാലക്കാടാണ്. പരിയാനംപറ്റ പൂരം പാലക്കാട്. കൊല്ലം പൂരം എവിടെയാണ്? കൊല്ലം പൂരം കൊല്ലം ജില്ലയിലാണ്. അത് കൊല്ലം പൂരം എന്നറിയപ്പെടുന്നത് കേട്ടോ. കൊല്ലം പൂരം എവിടെയാണ്? കൊല്ലത്തെ ആശ്രാമം.
ഓക്കെ, അപ്പോൾ നോക്കിയേ, ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ, ആനയടി പൂരം കൊല്ലം, പെരുവനം പൂരം തൃശ്ശൂർ, ചിന്നക്കത്തൂർ പൂരം അല്ലെങ്കിൽ പാലക്കാട്, ചിന്നക്കത്തൂർ പൂരം പാലക്കാട്, അല്ലെങ്കിൽ പുരാതനമായ കുതിരകളി ഇറങ്ങുന്ന പൂരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നക്കത്തൂർ പൂരമാണ്. പരിയാനംപറ്റ പൂരം എവിടെയാണ്? പാലക്കാട്. പരിയാനംപറ്റ പൂരം എവിടെയാണ്? പാലക്കാടാണ്. കൊല്ലം ജില്ലയിലെ കൊല്ലം പൂരം എന്നറിയപ്പെടുന്നത് കൊല്ലം പൂരം നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്, ആശ്രാമത്താണ് നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനപ്പെട്ട പൂരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനമാണ്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം തുടങ്ങിയവയാണ്. മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് തൃശ്ശൂർ പൂരത്തിനെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ കുടമാറ്റമാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, മടത്തിൽ വരവ്, പൂരം പുറപ്പാട്, വെടിക്കെട്ട്, ഉപചാരം ചൊല്ലി പിരിയൽ. പിന്നെ നമ്മൾ ഇലഞ്ഞിത്തറമേള അവതരിപ്പിക്കുന്നത് പാറമേക്കാവ് വിഭാഗമാണ്. രാവിലെ നടക്കുന്ന പാണ്ടിമേളവും കുടമാറ്റവും ഒക്കെ അറിയപ്പെടുന്നത് പകൽപൂരം എന്നാണ്. ഈ പകൽപൂരം അറിയപ്പെടുന്നത് തൃശ്ശൂർക്കാരുടെ പൂരം എന്ന പേരിലാണ്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന് ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. അടുത്ത ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. എല്ലാ വർഷവും മീനമാസത്തിലാണ് പൂരം ഉത്സവം നടക്കുന്നത്. ദേവമേള എന്നറിയപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. പൂരം അരങ്ങേറുന്നത് ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലാണ്, തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണ് ഏതാ? ആറാട്ടുപുഴ പൂരം. പിന്നീട് മറ്റ് പ്രധാനപ്പെട്ട പൂരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ, ആനയടി പൂരം കൊല്ലം, പെരുവനം പൂരം തൃശ്ശൂർ, ചിന്നക്കത്തൂർ പൂരം പാലക്കാട്. പുരാതനമായ കുതിരകളി അരങ്ങേറുന്ന പൂരമാണ് ഏതാ? ചിന്നക്കത്തൂർ പൂരം. പരിയാനംപറ്റ പൂരം പാലക്കാട്. കൊല്ലം പൂരം കൊല്ലത്താണ്, ആശ്രാമം. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്തുവാ? പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയമാണ് നെന്മാറ വേല. അപ്പം നോക്കിക്കേ, തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെന്മാറ വേലയാണ്. പ്രശസ്തമായ നെന്മാറ വേല അരങ്ങേറുന്ന ക്ഷേത്രമാണ് പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പോൾ പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് പ്രശസ്തമായ നെന്മാറ വേല നടക്കുന്നത്. നെന്മാറ വേല എന്താണെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം, തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മാറ വേലയാണ്. ഈ നെന്മാറ വേല അരങ്ങേറുന്ന ക്ഷേത്രമാണ് പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഏതാണ്? പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അടുത്തതാണ് മറ്റൊരു ഉത്സവമാണ് നവരാത്രി ഉത്സവം, അല്ലേ? ഓക്കെ, ഭാരതത്തിൽ ഒട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി ഉത്സവം. അപ്പം നോക്കിക്കേ, ഭാരതത്തിൽ ഒട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി, അല്ലേ? ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി. കേരളത്തിൽ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നവരാത്രി ദിനത്തിൽ ആർക്കും നമ്മൾ സരസ്വതി ദേവിയൊക്കെ വെച്ച് പൂജിച്ചാണ്, അല്ലേ? സരസ്വതി ദേവിയാണ് പൂജിക്കുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നവരാത്രിയാണ്.
നവരാത്രിയിൽ ദുർഗാദേവിയെയും 9 ഭാവങ്ങളിലുള്ള ദേവികളെയും ആരാധിക്കുന്നു. അപ്പം നവരാത്രിയിൽ ദുർഗാദേവിയെയും 9 ഭാവങ്ങളിലുള്ള ദേവികളെയും ആരാധിക്കുന്നു. അപ്പം നോക്കിയേ, ഭാരതത്തിൽ ഒട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി. നവരാത്രി കേരളത്തിലെ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിയാണ് പൂജിക്കുന്നത്. സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം കൂടുതൽ. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷമാണ് നവരാത്രി. നവരാത്രിയിൽ ദുർഗാദേവിയെയും 9 ഭാവങ്ങളിലുള്ള ദേവികളെയും എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അവസാന 3 ദിവസങ്ങളിലായി ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നില്ല. അവസാന 3 ദിവസങ്ങളായിട്ടാണ് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നത്. ഓക്കെ, വിജയദശമി ദിനത്തിൽ നടത്തി വരുന്ന ഒരു ആചാരമാണ് വിദ്യാരംഭം. ഇപ്പോൾ വിജയദശമി ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാരംഭം കുറിക്കുന്നത് വിജയദശമി ദിനത്തിലാണ്. വിജയദശമി ദിനത്തിൽ നടത്തി വരുന്ന ഒരു ആചാരം ഏതാണ്? വിദ്യാരംഭമാണ്. നവരാത്രിയുമായി ബന്ധപ്പെട്ട് ദേവീ പ്രീതിക്കായി ബൊമ്മകൾ തട്ടുകളിൽ നിരത്തി വെച്ച് ദേവീ പൂജ നടത്തുന്നു. കണ്ടിട്ടില്ലേ? ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാൻ കഴിയും. നവരാത്രിയുമായി ബന്ധപ്പെട്ട് ദേവീ പ്രീതിക്കായിട്ട് ബൊമ്മകൾ തട്ടുകളിൽ നിരത്തി ഇങ്ങനെ വെച്ച് ദേവീ പൂജ നടത്തുന്നു. ഇതിന് നമ്മൾ ബൊമ്മക്കൊലു എന്ന് പറയുന്നു. ഓക്കെ, 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷമാണ് ദുർഗാപൂജ. ഓക്കെ, കൊൽക്കത്തയിലാണ്. ഇപ്പോൾ 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷം ഏതാണെന്ന് വെച്ചാൽ ദുർഗാപൂജയാണ്. അപ്പോൾ കൊൽക്കത്തയിൽ ദുർഗാപൂജയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അവസാന 3 ദിവസങ്ങളായിട്ട് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നു. വിജയദശമി ദിനത്തിൽ നടത്തി വരുന്ന ഒരു ആചാരമാണ് വിദ്യാരംഭം. നവരാത്രിയുമായി ബന്ധപ്പെട്ട് ദേവീ പ്രീതിക്കായിട്ട് ബൊമ്മകൾ തട്ടുകളിൽ നിരത്തി വെച്ചിട്ട് പൂജയൊക്കെ നടത്തുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? ബൊമ്മക്കൊലു എന്ന് പറയുന്നു. 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷം ഏതാണെന്ന് വെച്ചാൽ ദുർഗാപൂജയാണ് കൊൽക്കത്തയിൽ. അപ്പം നോക്കിക്കേ, നവരാത്രി ഉത്സവത്തെക്കുറിച്ച് നോക്കിയേ. ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി. കേരളത്തിൽ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷമാണ് നവരാത്രി. നവരാത്രിയിൽ ദുർഗാദേവിയെയും 9 ഭാവങ്ങളിലുള്ള ദേവികളെയും എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അവസാന 3 ദിവസങ്ങളിലായിട്ട് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നു. വിജയദശമി ദിനത്തിൽ നടത്തി വരുന്ന ഒരു ആചാരമാണ് വിദ്യാരംഭം. വിജയദശമി ദിനത്തിൽ നടത്തി വരുന്ന ഒരു ആചാരം വിദ്യാരംഭമാണ്. നവരാത്രിയുമായി ബന്ധപ്പെട്ട് ദേവീ പ്രീതിക്കായി ബൊമ്മകൾ തട്ടുകളിൽ നിരത്തി വെച്ച് പൂജ നടത്തുന്നു. ഇതിനെ ബൊമ്മക്കൊലു എന്ന് പറയുന്നു. 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷം ദുർഗാപൂജയാണ് കൊൽക്കത്ത. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് അല്ലെ, ഉത്സവമായിട്ട് നമുക്ക് തന്നെ പറയാം തിരുവാതിര കളി എന്ന് പറയാം. അപ്പോൾ തിരുവാതിര ഉത്സവമാണ് തിരുവാതിര ഉത്സവം. കേരളീയ സ്ത്രീകൾ ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുചേരുന്ന ദിവസം ആഘോഷിക്കുന്ന ഉത്സവം. അപ്പോൾ കേരളീയ സ്ത്രീകൾ ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം ആഘോഷിക്കുന്ന ഉത്സവമാണ് തിരുവാതിര ഉത്സവം. തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവാതിര കളി. ധനുമാസത്തിലെ തിരുവാതിര അല്ലേ? കേരളീയ സ്ത്രീകൾ ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവ് ദിവസവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം ആഘോഷിക്കുന്ന ഉത്സവമാണ് തിരുവാതിര ഉത്സവം. തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവാതിര കളി. ഓക്കെ അല്ലേ? അടുത്ത ദീപാവലി. നമുക്കെല്ലാവർക്കും അറിയാം ദീപാവലി ദീപങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ദീപാവലി. ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. അതുപോലെ മറ്റൊരു ആഘോഷമാണ് കൊറ്റംകുളങ്ങര ചമ്മയവിളക്ക് അല്ലേ? നോക്കിക്കേ,
പുരുഷന്മാർ ഉത്സവരാത്രികളിൽ സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുമായി വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് കേട്ടോ. പുരുഷന്മാർ ഉത്സവരാത്രിയിൽ സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുമായി വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങാണ് ഏതാ? കൊറ്റംകുളങ്ങര ചമയവിളക്ക്. കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുന്ന തീയതി മീനമാസത്തിലെ 10, 11 തീയതികളിലായിട്ടാണ്. 10, 11 തീയതികളിലായിട്ടാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുന്നത്. നോക്കി, തിരുവാതിര ഉത്സവം കേരളീയ സ്ത്രീകൾ ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം ആഘോഷിക്കുന്ന ഉത്സവമാണ്. തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവാതിര കളി. ദീപാവലിയോ ദീപങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ദീപാവലി. കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഇങ്ങനെയാണ്: പുരുഷന്മാർ ഉത്സവരാത്രിയിൽ സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുമായി വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങ്. ഏതെന്ന് ദിവസം? മീനമാസത്തിലെ 10, 11 തീയതികളിലായിട്ടാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുന്നത്. അടുത്ത് നോക്കിക്കേ, കൽപ്പാത്തി രഥോത്സവമാണ്. കൽപ്പാത്തി രഥോത്സവം AD 1425 കോമി അച്ഛൻ നിർമ്മിച്ച ക്ഷേത്രമാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അത് കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ പേരാണ് എന്തുവാ? വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അപ്പം AD 1425 കോമി അച്ഛൻ നിർമ്മിച്ച ക്ഷേത്രമാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം, അതായത് കൽപ്പാത്തി. പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. അപ്പോൾ കൽപ്പാത്തി രഥോത്സവം എന്താണ്? പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് എന്തുവാ? കൽപ്പാത്തി രഥോത്സവം. അപ്പം കൽപ്പാത്തി രഥോത്സവം ആരംഭിച്ചത്, അതായത് AD 1425 കോമി അച്ഛൻ നിർമ്മിച്ച ക്ഷേത്രമാണ് ഏതാ? വിശ്വനാഥ സ്വാമി ക്ഷേത്രം, കൽപ്പാത്തി. പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഓക്കെ, തമിഴ് മാസമായ അൽപ്പശി. അൽപ്പശി എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ മാസം. അപ്പോൾ തമിഴ് മാസത്തിൽ അൽപ്പശി എന്ന് പറഞ്ഞാൽ നവംബർ മാസമാണ്. നവംബർ മാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. അതിമനോഹരമായി അലങ്കരിച്ച തേരുകളാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം. അതിമനോഹരമായി അലങ്കരിച്ച തേരുകളാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം. 1-ാം ദിവസം 1 തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ നീങ്ങുന്നത്. അപ്പം 1-ാം ദിവസം 1 തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ നീങ്ങുന്നത്. അപ്പം നോക്കിയാൽ തമിഴ് മാസമായ അൽപ്പശി, അതായത് നവംബർ മാസത്തിലാണ് എന്ത്? കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. ഇനി അതിമനോഹരമായി അലങ്കരിച്ച തേരുകളാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം. 1-ാം ദിവസം 1 തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നത്. അപ്പം കൽപ്പാത്തി രഥോത്സവം, കൽപ്പാത്തി ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? AD 1425 കോമി അച്ഛൻ നിർമ്മിച്ചതാണ് കൽപ്പാത്തി ക്ഷേത്രം, അല്ലെങ്കിൽ വിശ്വനാഥ സ്വാമി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് എന്തുവാ? കൽപ്പാത്തി രഥോത്സവം. ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ നടക്കുന്നത് തമിഴ് മാസമായ അൽപ്പശി എന്ന മാസത്തിലാണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് കാലണ്ടർ അനുസരിച്ച് ഏതാണ്? നവംബർ മാസം. നവംബർ മാസത്തിലാണ് നടക്കുന്നത്. അതിമനോഹരമായി അലങ്കരിച്ച തേരുകളാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം. 1-ാം ദിവസം 1 തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ നീങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കുറച്ച്
കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട പൂരങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ പൂരമാണ് നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും, അതായത് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂർ പൂരമാണ് അല്ലേ? പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നു. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാനാണ്. ഈ നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനം. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് എന്തൊക്കെയാ? പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം തുടങ്ങിയവ. മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് തൃശ്ശൂർ പൂരത്തിനെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത കുടമാറ്റമാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, മഠത്തിൽ വരവ്, പൂരം പുറപ്പാട്, വെടിക്കെട്ട്, ഉപചാരം ചൊല്ലി പിരിയൽ തുടങ്ങിയവ. പിന്നീട് നമ്മൾ പറഞ്ഞു ഇത് നടക്കുന്നത്, അതായത് പാറമേക്കാവിലാണ് ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. എവിടെയാണ്? പാറമേക്കാവ് വിഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം അവതരിപ്പിക്കുന്നത് ആരാണ്? പാറമേക്കാവ് വിഭാഗമാണ്. രാവിലെ നടക്കുന്ന പാണ്ടിമേളവും കുടമാറ്റവും ഒക്കെ അറിയപ്പെടുന്നത് പകൽപൂരം എന്ന പേരിലാണ്. പകൽപൂരം തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് അറിയപ്പെടുന്നു. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമാണ്. ദേവമേള എന്ന് അറിയപ്പെടുന്നു. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. എല്ലാ വർഷവും മീനമാസത്തിലാണ് പൂരം ഉത്സവം നടക്കുന്നത്. പൂരം അരങ്ങേറുന്ന ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലാണ്, തൃശ്ശൂർ തന്നെയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പൂരങ്ങൾ ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ, ആനയടി പൂരം കൊല്ലം, പെരുവനം പൂരം തൃശ്ശൂർ, ചിന്നക്കത്തൂർ പൂരം പാലക്കാട്. പുരാതനമായ കുതിരകളി അരങ്ങേറുന്ന പൂരം ഏതാണെന്ന് വെച്ചാൽ ചിന്നക്കത്തൂർ പൂരമാണ്. പരിയാനംപറ്റ പൂരം പാലക്കാടാണ്. കൊല്ലം പൂരം എവിടെയാണ്? കൊല്ലത്ത് ആശ്രാമത്താണ്. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ പിന്നീട് പറഞ്ഞത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയമാണ് നെന്മാറവേല. പ്രശസ്തമായ നെന്മാറവേല അരങ്ങേറുന്ന ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. നവരാത്രി ഉത്സവം ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളൊന്നാണ് നവരാത്രി. കേരളത്തിൽ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷമാണ് നവരാത്രി. നവരാത്രിയിൽ ദുർഗാദേവിയെയും 9 ഭാഗങ്ങളിലുള്ള ദേവികളെയൊക്കെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അവസാന 3 ദിവസങ്ങളായി ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നു. വിജയദശമി ദിനത്തിൽ നടത്തിവരുന്ന ഒരു ആചാരമാണ് വിദ്യാരംഭം. നവരാത്രിയുമായി ബന്ധപ്പെട്ട് ദേവീ പ്രീതിക്കായിട്ട് ബൊമ്മകൾ അടുക്കി നിരത്തി വെച്ച് ദേവീ പൂജ തട്ടുകളായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്നു. അപ്പോൾ ഇതിനെ ബൊമ്മക്കൊലു എന്ന് പറയുന്നു. 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷമാണ് ദുർഗാപൂജ കൊൽക്കത്ത. തിരുവാതിര ഉത്സവം. കേരളീയ സ്ത്രീകൾ ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുചേരുന്ന ദിവസം ആഘോഷിക്കുന്ന ഉത്സവം. തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവാതിര കളി. ഇത് ദീപാവലി, ദീപങ്ങളുടെ ഉത്സവം എന്ന് അറിയപ്പെടുന്നു. കൊറ്റംകുളങ്ങര ചമയവിളക്ക്. പുരുഷന്മാർ ഉത്സവ രാത്രിയിൽ സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുമായി വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങാണ്. നടക്കുന്നത് മീനമാസത്തിലെ 10, 11 തീയതികളിലായിട്ടാണ്. അടുത്തത് കൽപ്പാത്തി രഥോത്സവമാണ്. AD 1425 കോമി അച്ഛൻ നിർമ്മിച്ച ക്ഷേത്രമാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അതായത് കൽപ്പാത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. തമിഴ് മാസമായ അൽപ്പശി, അതായത് നവംബർ മാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. അതിമനോഹരമായി അലങ്കരിച്ച തേരുകളിലാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തേരുകളാണ് പ്രധാനപ്പെട്ട ഒരാകർഷണം. 1-ാം ദിവസം 1 തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ നീങ്ങുന്നത്. അടുത്ത ഒരു ഉത്സവമാണ്, ആഘോഷമാണ് ചെട്ടിക്കുളങ്ങര ഭരണി അല്ലേ.
ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര ഭരണി. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര ഭരണി. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഉത്സവം നടക്കുന്നത്. കെട്ടുകാഴ്ചയും കുത്തിയോട്ടവും പ്രധാന ആകർഷണമാണ്. പ്രധാനപ്പെട്ട ആകർഷണമാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര ഭരണി. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഉത്സവം നടക്കുന്നത്. കെട്ടുകാഴ്ചയും കുത്തിയോട്ടവും പ്രധാന ആകർഷണമാണ്. പ്രധാനപ്പെട്ട ആകർഷണമാണ്. അടുത്തത് കൊടുങ്ങല്ലൂർ ഭരണിയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനമാസത്തിലെ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനമാസത്തിലെ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. ഭരണിപ്പാട്ട്, കാവ് തീണ്ടൽ എന്നീ ആചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെയാണ്. ഭരണിപ്പാട്ട്, കാവ് തീണ്ടൽ എന്നീ ആചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് പറയുന്നത് കൊട്ടിയൂർ മഹോത്സവമാണ്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ബാവലി നദിയുടെ ഇരുകരകളിലുള്ള ക്ഷേത്രങ്ങളായ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നിവ ചേർന്ന് നടത്തുന്ന ഉത്സവം. ഓക്കെ, അപ്പം നോക്കിക്കേ, ചെട്ടിക്കുളങ്ങര ഭരണി ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര ഭരണി. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. കെട്ടുകാഴ്ചയും കുത്തിയോട്ടവും പ്രധാനപ്പെട്ട ആകർഷണമാണ്. കൊടുങ്ങല്ലൂർ ഭരണിയോ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. ഭരണിപ്പാട്ട്, കാവ് തീണ്ടൽ എന്നീ ആചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയോ കൊട്ടിയൂർ മഹോത്സവം, അത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ബാവലി നദിയുടെ ഇരുകരകളിലുള്ള ക്ഷേത്രങ്ങളായ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂർ എന്നീ ക്ഷേത്രങ്ങൾ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് കൊട്ടിയൂർ മഹോത്സവം. ഇനി അടുത്തതാണ് ഓച്ചിറ കാളകെട്ട്. അല്ലേ? ഓക്കെ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷം കന്നുകാലികളുടെ ഉത്സവം എന്ന് അറിയപ്പെടുന്നു. ഓച്ചിറ കാളകെട്ട് കന്നുകാലികളുടെ ഉത്സവം എന്ന് അറിയപ്പെടുന്നു. 28ാം ഓണം എന്നറിയപ്പെടുന്ന ഓച്ചിറ കാളകെട്ടാണ്. കാർഷിക അഭിവൃദ്ധിക്ക് കൂടിയാണ് ഓച്ചിറ കാളകെട്ട് നടത്തുന്നത്. പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ് ഓച്ചിറ കാളകെട്ട്. കന്നുകാലികളുടെ ഉത്സവം എന്ന് അറിയപ്പെടുന്നു. 28ാം ഓണം എന്നറിയപ്പെടുന്ന ഓച്ചിറ കാളകെട്ടാണ്. കാർഷിക അഭിവൃദ്ധിക്ക് കൂടിയാണ് ഓച്ചിറ കാളകെട്ട് നടത്തുന്നത്. പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ക്ലിയർ ആണല്ലോ? അടുത്ത രാജഭരണകാലത്ത് വേണാട് കായംകുളം രാജാക്കന്മാര് നടത്തിയ യുദ്ധങ്ങളുടെ വീരസ്മരണം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടെന്ന് നടക്കുന്ന ഒരു ഉത്സവമാണ് ഓച്ചിറക്കളി. എന്താണ് പറഞ്ഞത്? രാജഭരണകാലത്ത് വേണാട് കായംകുളം രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളുടെ വീരസ്മരണ ഉയർത്തുന്നതിനായി നടക്കുന്ന ഒരു ഉത്സവമാണ് ഓച്ചിറക്കളി. ഇത് ഓച്ചിറക്കളിയാണ്. ഓച്ചിറക്കളി ഒരു ആയോധന കലാപ്രകടനമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം അറിയപ്പെടുന്നത് 12 വിളക്ക് മഹോത്സവം എന്നാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം അറിയപ്പെടുന്നത് 12 വിളക്ക് മഹോത്സവം എന്നാണ്. എല്ലാ വർഷവും നവംബറിലാണ് ഇത് നടക്കുന്നത്. നോക്കിക്കേ, രാജഭരണകാലത്ത് വേണാട് കായംകുളം രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങളുടെ വീരസ്മരണ ഉയർത്തുന്നതിനായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്? ഓച്ചിറക്കളി. ഓച്ചിറക്കളി ഒരു ആയോധന കലാപ്രകടനമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം അറിയപ്പെടുന്നത് 12 വിളക്ക് മഹോത്സവം എന്നാണ്. എല്ലാ വർഷവും നവംബറിലാണ് ഇത് നടക്കുന്നത്.
അപ്പം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ് ഓച്ചിറ കാളകെട്ട്. കന്നുകാലികളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഓച്ചിറ കാളകെട്ടാണ്. 28ാം ഓണം എന്നറിയപ്പെടുന്നതും ഓച്ചിറ കാളകെട്ട് തന്നെയാണ്. കാർഷിക അഭിവൃദ്ധിക്കായിട്ട് ആണ് ഓച്ചിറ കാളകെട്ട് നടത്തുന്നത്. പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. രാജഭരണകാലത്ത് വേണാട് കായംകുളം രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളുടെ വീരസ്മരണ ഉയർത്തുന്നതിനായി നടക്കുന്ന ഒരു ഉത്സവമാണ് ഓച്ചിറക്കളി. ഓച്ചിറക്കളി ഒരു ആയോധന കലാപ്രകടനമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം അറിയപ്പെടുന്നത് 12 വിളക്ക് മഹോത്സവം എന്നാണ്. എല്ലാ വർഷവും നവംബറിലാണ് ഇത് നടക്കുന്നത്. ഇനി നമ്മൾ കേരളത്തിലെ മറ്റ് ആഘോഷങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആലപ്പുഴയിലെ എടത്വ പട്ടണത്തിൽ സെൻറ്റ് ജോർജ് ഫെറാനോ പള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് എടത്വ പെരുന്നാൾ. അപ്പോൾ എടത്വ പെരുന്നാൾ എവിടെയാണ്? ആലപ്പുഴ ജില്ല. അപ്പോൾ എടത്വ പെരുന്നാൾ ആലപ്പുഴയിലെ എടത്വ പട്ടണത്തിൽ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടക്കുന്ന ആഘോഷം എടത്വ പെരുന്നാൾ. അപ്പോൾ എടത്വ പെരുന്നാൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ഏത് സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിലാണ് നടക്കുന്നതെന്ന് ഓർക്കുക. കോട്ടയം ജില്ലയിലെ മണർക്കാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്ന ഉത്സവമാണ് മണർക്കാട് പെരുന്നാൾ. അപ്പോൾ മണർക്കാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട ജില്ല കോട്ടയം. എടത്വ പെരുന്നാൾ എവിടെയാണ്? എടത്വ പെരുന്നാൾ ആലപ്പുഴ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ മണർക്കാട് പെരുന്നാൾ എവിടെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഓർത്തിരിക്കുക. ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ കോട്ടയം ജില്ലയിലെ മണർക്കാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്ന ഉത്സവം മണർക്കാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട 8 നൊയമ്പ് പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ 8 നൊയമ്പ് പെരുന്നാൾ എന്തുമായിട്ട് വളരെ ഇതുമായിട്ട് ആ മണർക്കാട് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന 8 നൊയമ്പ് പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. ആലപ്പുഴയിലെ എടത്വ പട്ടണത്തിൽ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് എടത്വ പെരുന്നാൾ. കോട്ടയം ജില്ലയിലെ മണർക്കാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്ന ഉത്സവമാണ് മണർക്കാട് പെരുന്നാൾ. മണർക്കാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട 8 നൊയമ്പ് പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രെ ദെ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാൾ വെട്ടുകാട് പെരുന്നാൾ. അപ്പോൾ വെട്ടുകാട് പെരുന്നാൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രെ ദെ ദേവൂസ് എന്ന ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാളാണ് വെട്ടുകാട് പെരുന്നാൾ. സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട എറണാകുളത്തെ കാഞ്ഞിരമറ്റം പള്ളിയിലെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം കൊടിക്കൂത്ത്. അപ്പോൾ കാഞ്ഞിരമറ്റം കൊടിക്കൂത്ത് സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട എറണാകുളത്തെ കാഞ്ഞിരമറ്റം പള്ളിയിലെ ഉത്സവം എന്താണ്? കാഞ്ഞിരമറ്റം കൊടിക്കൂത്ത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എടത്വ ആലപ്പുഴ ജില്ല. പിന്നെ മണർക്കാട് എവിടെയാണ്? കോട്ടയം. പിന്നെ വെട്ടുകാട് എവിടെയാ? തിരുവനന്തപുരം. കാഞ്ഞിരമറ്റം കൊടിക്കുത്ത് എവിടെയാണ്? കാഞ്ഞിരമറ്റം കൊടിക്കുത്ത് അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ്. ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം. അപ്പം ഈ കാഞ്ഞിരമറ്റം കൊടിക്കുത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള ചടങ്ങാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രെ ദെ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാളാണ് വെട്ടുകാട് പെരുന്നാൾ. സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട എറണാകുളത്തെ കാഞ്ഞിരമറ്റം പള്ളിയിലെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം കൊടിക്കൂത്ത്. ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം. ക്ലിയർ ആണല്ലോ? അടുത്തത് ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷമാണ് പട്ടാമ്പി നേർച്ച. അപ്പം ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ
ആളൂർ വലിയ പൂക്കുഞ്ഞി കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷമാണ് പട്ടാമ്പി നേർച്ച. അപ്പോൾ പട്ടാമ്പി നേർച്ച ആളൂർ വലിയ പൂക്കുഞ്ഞി കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷം. ഓക്കെ. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്കര ഷെയ്ഖ് മസ്ജിദിൽ ജാതി മത ഭേദമന്യേ നടത്തുന്ന പ്രധാനപ്പെട്ട ഉത്സവമാണ് അപ്പം മാണിഫ നേർച്ച. അപ്പം മാണിഫ നേർച്ച ഇടിയങ്കര ഷെയ്ഖ് മസ്ജിദിൽ ജാതി മത ഭേദമന്യേ നടത്തുന്ന പ്രധാനപ്പെട്ട ഉത്സവം. എവിടെയാണത്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്കര ഷെയ്ഖ് മസ്ജിദിൽ ജാതി മതഭേദമന്യേ നടത്തി വരുന്ന പ്രധാനപ്പെട്ട ഉത്സവമാണ് അപ്പം മാണിഫ നേർച്ച. വിളവ് ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്നത് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വിളവ് ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയായിട്ട് സമർപ്പിക്കുന്നത് ഏത് ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ്? അപ്പം മാണിഫ നേർച്ച എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് ആൻഡ്രൂസ് ഫെറോന പള്ളിയിലെ പ്രധാന ചടങ്ങാണ് ഉരുള് നേർച്ച. അപ്പോൾ ഉരുള് നേർച്ച എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് ആൻഡ്രൂസ് ഫെറോന പള്ളിയിൽ. ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് ആൻഡ്രൂസ് ഫെറോന പള്ളിയിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉരുള് നേർച്ച. അപ്പോൾ ആളൂർ വലിയ പൂക്കുഞ്ഞി കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷമാണ് പട്ടാമ്പി നേർച്ച. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്കര ഷെയ്ഖ് മസ്ജിദിൽ ജാതി മതഭേദമന്യേ നടത്തുന്ന പ്രധാനപ്പെട്ട ഉത്സവമാണ് അപ്പം മാണിഫ നേർച്ച. വിളവ് ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയായിട്ട് സമർപ്പിക്കുന്നത് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ്. ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് ആൻഡ്രൂസ് ഫെറോന പള്ളിയിലെ പ്രധാന ചടങ്ങാണ് ഉരുള് നേർച്ച. എന്താണ് ഉരുള് നേർച്ച? കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പത്മശ്രീ മണ്ഡപത്തിൽ വെച്ചാണ് ത്യാഗരാജോത്സവം നടക്കുന്നത്. അപ്പോൾ ത്യാഗരാജോത്സവം നടക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പത്മശ്രീ മണ്ഡപത്തിൽ. കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പത്മശ്രീ മണ്ഡപത്തിൽ വെച്ചാണ് ത്യാഗരാജോത്സവം നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ് ഏതാ? ചെറുകോൽപ്പുഴ കൺവെൻഷൻ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷൻ കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പത്മശ്രീ മണ്ഡപത്തിലാണ് ത്യാഗരാജോത്സവം നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ പമ്പയുടെ തീരത്ത് വെച്ചാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരിയിൽ പമ്പ നദിയുടെ തീരത്ത് വെച്ചാണ്. പ്രധാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷമാണ് ഏതാ? റംസാൻ. പ്രധാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷമാണ് റംസാൻ. കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പത്മശ്രീ മണ്ഡപത്തിൽ വെച്ചാണ് ത്യാഗരാജോത്സവം നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷനാണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ പമ്പയുടെ തീരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. പ്രധാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷമാണ് ഏതാ? റംസാൻ. ക്ലിയർ ആണല്ലോ? മുസ്ലിം ജനതയുടെ രണ്ടാമത്തെ പ്രധാന പെരുന്നാളാണ് ബക്രീദ് എന്ന ബലിപ്പെരുന്നാൾ. മുസ്ലിം ജനതയുടെ രണ്ടാമത്തെ പ്രധാന പെരുന്നാൾ ഏതാണ്? ബക്രീദ് എന്ന ബലിപ്പെരുന്നാൾ. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപ്പള്ളി ദർബാറ ഷരീഫിലെ ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ്. അപ്പോൾ ഭീമാപ്പള്ളി ഉറൂസിൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ചന്ദനക്കുടം മഹോത്സവം എന്നും അറിയപ്പെടുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഭക്തർ വഴിപാടായിട്ട് നാണയങ്ങൾ നിറച്ച മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ മൺപാത്രങ്ങൾ ചന്ദനം കൊണ്ട് മൂടിയിരിക്കും. അപ്പം നോക്കിയേ, ചന്ദനക്കുടം മഹോത്സവം എന്നും അറിയപ്പെടുന്നു ഏതാ? ഭീമാപ്പള്ളി ഉറൂസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ചന്ദനക്കുടം മഹോത്സവം എന്നും അറിയപ്പെടുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഭക്തർ വഴിപാടായിട്ട് നാണയങ്ങൾ നിറച്ച മൺപാത്രങ്ങൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ മൺപാത്രങ്ങൾ ചന്ദനം കൊണ്ട് മൂടിയിരിക്കും.
നോക്കിയേ, മുസ്ലിം ജനതയുടെ രണ്ടാമത്തെ പ്രധാന പെരുന്നാളാണ് ബക്രീദ് എന്ന ബലിപ്പെരുന്നാൾ. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപ്പള്ളി ദർബാറ ഷെരീഫിലെ ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ്. ചന്ദനക്കുടം മഹോത്സവം എന്നും അറിയപ്പെടുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഭക്തർ വഴിപാടായി നാണയങ്ങൾ നിറച്ച മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ മൺപാത്രങ്ങൾ ചന്ദനം കൊണ്ട് മൂടിയിരിക്കും. അടുത്ത് നോക്കിയേ, നവരാത്രി സംഗീതോത്സവമാണ്. ഓക്കെ, നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. അപ്പോൾ നവരാത്രി ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിലാണ്. ചൊക്കിട്ട മണ്ഡലം എന്നൊക്കെ പറയും കേട്ടോ. സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപം. അതിന് പറയുന്ന മറ്റൊരു പേര് ചൊക്കിട്ട മണ്ഡലം എന്നാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് നവരാത്രി സംഗീതോത്സവം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം നവരാത്രി സംഗീതോത്സവം. ഇപ്പം നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച മഹാരാജാവ് സ്വാതി തിരുനാള്. സംഗീതോത്സവം നടക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ അല്ലെങ്കിൽ ചൊക്കിട്ട മണ്ഡലം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് നവരാത്രി മഹോത്സവം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് എന്താ? നവരാത്രി സംഗീതോത്സവം. അടുത്തതാണ് സ്വാതി സംഗീതോത്സവം. സ്വാതി സംഗീതം നടത്തപ്പെടുന്ന ജനുവരി 4 മുതൽ 13 വരെയാണ്. സ്വാതി സംഗീതോത്സവം നടത്തപ്പെടുന്നത് എന്ന് മുതലാണ്? ജനുവരി 4 മുതൽ 13 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് സ്വാതി സംഗീതോത്സവം. അപ്പോൾ സ്വാതി സംഗീതം നടത്തപ്പെടുന്നത് ജനുവരി 4 മുതൽ 13 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്നു. സ്വാതി തിരുനാളിൻ്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേളയാണ് സ്വാതി സംഗീതോത്സവം. സ്വാതി തിരുനാളിൻ്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേളയാണ് സ്വാതി സംഗീതോത്സവം. സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത് കുതിരമാളിക കൊട്ടാരത്തിലാണ്. സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്ന കുതിരമാളിക കൊട്ടാരത്തിൽ. കുതിരമാളിക പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആരാ? സ്വാതി തിരുനാൾ. കുതിരമാളിക പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പോൾ സ്വാതി സംഗീതം നടത്തപ്പെടുന്നത് ജനുവരി 4 മുതൽ 13 വരെയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് സ്വാതി സംഗീതോത്സവം. സ്വാതി തിരുനാളിൻ്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേളയാണ് സ്വാതി സംഗീതോത്സവം. സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത് കുതിരമാളികയിലാണ്. കുതിരമാളിക കൊട്ടാരത്തിലാണ്. ഈ കുതിരമാളിക കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. അടുത്തതാണ് ചെമ്പൈ സംഗീതോത്സവം. ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്ന ദേവസ്വം ഗുരുവായൂർ ദേവസ്വമാണ്. ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്ന ദേവസ്വം ഏതാണ്? ഗുരുവായൂർ ദേവസ്വം. ചെമ്പൈ വൈദ്യനാഥ അയ്യരുടെ സ്മരണയ്ക്കായി ഇത് നടത്തപ്പെടുന്നു. ചെമ്പൈ വൈദ്യനാഥ അയ്യരുടെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്നു. ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് അവസാന ദിവസം ആലപിക്കുന്നത്. അപ്പം ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് അവസാന ദിവസം ആലപിക്കുന്നത്. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് എന്ത് നടക്കുന്നത്? ചെമ്പൈ സംഗീതോത്സവം. അപ്പോൾ നോക്കിയാൽ ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്ന ദേവസ്വം ഗുരുവായൂർ ദേവസ്വമാണ്. ചെമ്പൈ വൈദ്യനാഥ അയ്യരുടെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്നു. ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് അവസാന ദിവസം ആലപിക്കുന്നത്. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ 2020 ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് അഭിലാഷ് വെങ്കിടാചലം. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ 2020 ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? അഭിലാഷ് വെങ്കിടാചലം. ആരാണ്? അഭിലാഷ് വെങ്കിടാചലമാണ്. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ സാംസ്കാരിക ഉത്സവമാണ് നിശാഗന്ധി ഫെസ്റ്റിവൽ. നിശാഗന്ധി ഫെസ്റ്റിവൽ ഇപ്പോൾ കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ സാംസ്കാരിക ഉത്സവം ഏതാണ്? നിശാഗന്ധി ഫെസ്റ്റിവലാണ്. നിശാഗന്ധി നൃത്തോത്സവത്തോട് അനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് നിശാഗന്ധി പുരസ്കാരം. ഇപ്പോൾ നിശാഗന്ധി നൃത്തോത്സവത്തോട് അനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ്? നിശാഗന്ധി പുരസ്കാരമാണ്. ഏർപ്പെടുത്തിയ വർഷം 2013. നിശാഗന്ധി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? 2013. ചെമ്പൈ സ്മാരക
സർക്കാർ സംഗീത കോളേജ്. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജ് പാലക്കാട് ജില്ലയിലാണ്. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? മൃണാളിനി സാരാഭായിക്കാണ്. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായിക്കാണ്. ടൂറിസം വകുപ്പിന്റെ പ്രഥമ നിശാഗന്ധി സംഗീത പുരസ്കാരത്തിന് അർഹരായവരാണ് പാറശാല ബി പൊന്നമ്മാള്, ഡോക്ടർ TV ഗോപാലകൃഷ്ണൻ, അതുപോലെ രാജാരാധ റെഡ്ഡി. അവർക്കാണ് 2023 പുരസ്കാരം ലഭിച്ച ആർക്കാണ്? രാജാരാധ റെഡ്ഡിമാർക്കാണ്. അപ്പം നോക്കിക്കേ, ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്ന ദേവസ്വം ഏതായിരുന്നു? ഗുരുവായൂർ ദേവസ്വമാണ്. ചെമ്പൈ വൈദ്യനാഥ അയ്യരുടെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്നു. ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് അവസാന ദിവസം ആലപിക്കുന്നത്. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ 2020 ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് അഭിലാഷ് വെങ്കിടാചലം. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ സാംസ്കാരിക ഉത്സവമാണ് നിശാഗന്ധി ഫെസ്റ്റിവല്. നിശാഗന്ധി നൃത്തോത്സവത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് നിശാഗന്ധി പുരസ്കാരം. ഏർപ്പെടുത്തിയ വർഷം 2013. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജ് സ്ഥിതി ചെയ്യുന്ന പാലക്കാടാണ്. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായിക്ക്. ടൂറിസം വകുപ്പിന്റെ പ്രഥമ നിശാഗന്ധി സംഗീത പുരസ്കാരത്തിന് അർഹരായവർ പാറശാല ബി പൊന്നമ്മാൾ, ഡോക്ടർ TV ഗോപാലകൃഷ്ണൻ, രാജാരാധ റെഡ്ഡിമാർക്കാണ് 2023 പുരസ്കാരം. അപ്പം നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാൾ. സംഗീതോത്സവം നടക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിലാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് എന്ന് പറയുന്നത് നവരാത്രി സംഗീതോത്സവം. ഇനി സ്വാതി സംഗീതം നടത്തപ്പെടുന്നത് ജനുവരി 4 മുതൽ 13 വരെയാണ്. സാധാരണ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേളയാണ് എന്തെന്ന് പറയുന്നത് സ്വാതി സംഗീതോത്സവം. സ്വാതി സംഗീതോത്സവം അരങ്ങുന്ന കുതിരമാളിക കൊട്ടാരത്തിലാണ്. കുതിരമാളിയെ പണിയെടുപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആരാ? സ്വാതി തിരുനാള്. ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്ന ദേവസ്വം ഗുരുവായൂർ ദേവസ്വമാണ്. ചെമ്പൈ വൈദ്യനാഥരുടെ സ്മരണയ്ക്കായി ഇത് നടത്തപ്പെടുന്നു. പിന്നെ സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ 2020 ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളി അഭിലാഷ് വെങ്കിടാചലമാണ്. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ സാംസ്കാരിക ഉത്സവമാണ് നിശാഗന്ധി ഫെസ്റ്റിവല്. നിശാഗന്ധി നൃത്തോത്സവത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് നിശാഗന്ധി പുരസ്കാരം. ഏർപ്പെടുത്തിയ വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജ് സ്ഥിതി ചെയ്യുന്ന പാലക്കാട്. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായിക്കാണ്. ടൂറിസം വകുപ്പിന്റെ പ്രഥമ നിശാഗന്ധി സംഗീത പുരസ്കാരത്തിന് അർഹരായവരാണ് പാറശാല ബി പൊന്നമ്മാൾ, ഡോക്ടർ TV ഗോപാലകൃഷ്ണനും രാജാരാധ റെഡ്ഡിമാർക്കാണ് 2023 പുരസ്കാരം. ഓക്കെ, അപ്പോൾ സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് പഠിച്ചത് പൂരങ്ങളും സംഗീത ഉത്സവങ്ങളും മറ്റുമായിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.